സംസ്ഥാനങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് ലഹരിക്കടത്ത് നടത്തുന്ന 3 അംഗ സംഘം പിടിയിൽ. കൊച്ചി ആലപ്പുഴ സ്വദേശികളായ ജോസഫ്, ജിബിൻ, മുനീർ എന്നിവരെയാണ് നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം സൗത്ത് സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ അഗസ്റ്റിനിൽ നിന്ന് 8 ലക്ഷത്തിലധികം രൂപ ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്തുവെന്ന പരാതിയിലാണ് ലഹരിക്കടത്ത് സംഘം കുടുങ്ങിയത്. ലഹരിക്കടത്തിനായാണ് പണം തട്ടിയെടുത്തതെന്ന് പോലീസ് കണ്ടെത്തി. പ്രതികളായ ജോസഫും ജിബിനും ചേർന്ന് ഡൽഹി, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കൊച്ചിയിലെത്തിച്ച് വിൽപ്പന നടത്തുന്നവരാണ്. പണം നൽകി സഹായിക്കുന്നത് മുനീർ. കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. ഈ കേസിന്റെ പിന്നിലുള്ളത് ഡ്രഗ് ഡീലിംഗ് എന്നാണ് പ്രതികളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞേക്കുന്നത്. ആ ഡ്രഗ് ഡീലിങ്ങിനെ പറ്റി കൃത്യമായി അന്വേഷിക്കും. ഒരു വലിയ ഡ്രഗ് മാഫിയെ പറ്റിയാണ് പ്രതികൾ തന്നെ പറയുന്നത്. 9 ലക്ഷം രൂപയോളം അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തെന്ന് പറയുന്നത്. അത് ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. തിരിച്ച് 4 ലക്ഷം രൂപയോളം തിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പൈസ കൊടുത്തത് മുഴുവൻ ഡൽഹിയിൽ നിന്ന് ഡ്രഗ്സ് കടത്തിക്കൊണ്ട് വന്ന് വിറ്റിട്ട് ആ കാശിൽ നിന്ന് ലാഭം എടുത്ത് കൊടുക്കാൻ വേണ്ടി കൊടുത്തു പറയുന്നുണ്ട്. പരാതിക്കാരന് ലഹരിക്കടത്തുമായി ബന്ധമുണ്ടോ എന്ന് വിശദമായി പരിശോധിച്ചു വരികയാണ് അന്വേഷണ സംഘം. പ്രതികളെ റിമാൻഡ് ചെയ്ത ശേഷം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. കൂടുതൽ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ട്. നോർത്ത് SHO KG പ്രതാപൻ, SI TS രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. 24 കൊച്ചി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.